Hi, good morning friends. ഞാനിപ്പോൾ എന്താ പറയുക ഞങ്ങളിപ്പോൾ കാനഡയിൽ എത്തിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക ഞങ്ങളിവിടെ വന്ന ആ ഒരു രീതിയും എങ്ങനെ ഞങ്ങളിവിടെ എത്തി, അതേപോലെ ഇവിടുത്തെ ഒരു ഫാമിലി ലൈഫ് എങ്ങനെയാണ്, അതേപോലെ ഇവിടുത്തെ ഒരു എന്താ പറയുക നേച്ചർ എങ്ങനെയാണ്, അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതേപോലെ നമ്മൾ വന്ന ഏതെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ പേര് അജീഷ് ആലുക്ക. ഞങ്ങൾ കേരളയിൽ എന്താ പറയുക മാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഞാനും വൈഫും എൻ്റെ ഒരു കുട്ടി 2.5 year old ഞങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞങ്ങൾ ആക്ച്വലി ദുബായിൽ സെറ്റിലായിരുന്നു. ഓൾമോസ്റ്റ് ഞാനൊരു എന്താ പറയുക 7 years ആയിട്ട് ദുബായിൽ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ കാനഡയിലേക്ക് വരാം അങ്ങനത്തെ ഒരു പ്ലാനോ ഒരു എന്താ പറയുക ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് ആക്ച്വലി. അപ്പോൾ അതെങ്ങനെ കിട്ടി, എങ്ങനെ അത് പ്രോസസ്സിങ് ആയി, എങ്ങനെ ഞങ്ങളിവിടെ എത്തി, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടത്. ഞാൻ ആക്ച്വലി ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2019 എൻ്റെ എന്താ പറയുക കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മുടെ കസിൻസും എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ കസിനുണ്ട് ജിപ്സിയുടെ ഹസ്ബൻഡ് ജീവ്. എന്താ പറയുക ബർത്ത്ഡേയുടെ ഡേയിൽ ആൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്ന് നമ്മളിങ്ങനെ കോമൺ ടോക്കിൻ്റെ ഇടയ്ക്ക് ആളിങ്ങനെ ഒരു എന്താ പറയുക നിങ്ങൾക്ക് കാനഡയിലേക്ക് പൊക്കൂടെ, ട്രൈ ചെയ്തുകൂടെ, അവിടെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചിരുന്നു. അങ്ങനെ ആള് ഇതിന് കുറേ ട്രൈ ചെയ്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ കുറേ ഏജൻസികളിൽ കൊണ്ടുപോയി പൈസ കളഞ്ഞു, അവിടെ പോയി ഇത് അങ്ങനെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടിയ ആളാണ്. അപ്പോൾ ആൾക്ക് ശരിക്കും അതിനെ പറ്റിയിട്ട് അറിയായിരുന്നു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഒരു ലിങ്ക് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലേക്ക് ഹയർ ചെയ്യുന്ന ഒരു ഇത് അവർ ഇവിടെ വന്ന് റിക്രൂട്ട് ചെയ്യാറുണ്ട് ദുബായിൽ. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവൻ അയച്ചു തന്ന ലിങ്കിൽ ഞാൻ കയറി എൻ്റെ റെസ്യൂം അപ്ലോഡ് ചെയ്തു. പിന്നെ അതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഓൾമോസ്റ്റ് ഒരു 2 years, ഒരു 3 to 4 months അങ്ങനെ പോയി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു എനിക്കൊരു മെയിൽ വന്നു. അവരൊരു റിക്രൂട്ട്മെൻറ്റ് ഇത് ദുബായിൽ നടക്കുന്നുണ്ട്, ഷെയ്ഖ് സയദ് റോഡിൽ. അവിടുത്തെ ഷാങ്ക്രീല ഹോട്ടലാണെന്ന് തോന്നുന്നു. അവിടെ അവരുടെ ബാങ്കറ്റ് ഹാളിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്തോ 2-3 days ഉണ്ടായിരുന്നു. അതിലൊരു ഡേയ്സ് നമുക്ക് പിക്ക് ചെയ്യായിരുന്നു. അത് നിങ്ങൾ പിക്ക് ചെയ്തിട്ട് കൺഫേം ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാനത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം നമുക്കറിയാം ഈ കാനഡയിലേക്ക് കുറേ ഈ പറഞ്ഞ പോലെ ഫേക്ക് ഇതും കുറേ ഏജൻസീസ് വന്ന് പൈസ തട്ടിപ്പോൾ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ ഞാനെന്തോ അന്ന് അതിലേതൊരു ഡേറ്റ് പിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് അയച്ചു. അപ്പോൾ അവരെനിക്ക് എന്താ പറയുക ഇൻ്റർവ്യൂവിനുള്ള ലെറ്റർ അയച്ചു തന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി ലീവ് കിട്ടുകയാണെങ്കിൽ പോവാം എന്നുള്ള ഇതിലായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ ദിവസം എനിക്ക് ലീവായിരുന്നു. ഞാനപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ 2 സെക്ഷനിലായിട്ടായിരുന്നു നടന്നിരുന്നത്. ഒരു ടോപ്പ് ഫ്ലോറിലൊരു എന്താ പറയുക ഒരു ബിഗ് ഹാളിൽ ഓൾമോസ്റ്റ് ഒരു 1200-400 പീപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ക്യാമ്പയിനായിരുന്നു. അവിടെ അവരൊരു എന്താ പറയുക ഒരു ക്ലാസ്സും സംഭവങ്ങളും പിന്നെ അതേപോലെ കുറേ എംപ്ലോയേഴ്സ് വന്ന് ഡെസ്ക് ഇട്ടിട്ട് അവരുടെ അടുത്ത് റെസ്യൂം സബ്മിറ്റ് ചെയ്ത് തുടർന്ന് അവർക്ക് എന്താ പറയുക ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ ഇൻ്റർവ്യൂ ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ നെക്സ്റ്റിൽ താഴത്തെ ഫ്ലോറിലായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ FMI എന്ന് പറഞ്ഞ ഗ്രൂപ്പായിരുന്നു, ഫ്രാഞ്ചൈസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അണ്ടറിൽ വരുന്ന ഈ പറഞ്ഞ KFC, മക്ഡൊണാൾഡ്സ്, പിസ്സ ഹട്ട്, ടാക്കോ ബെല്ല് അങ്ങനെയൊക്കെ കുറേ കമ്പനീസിൻ്റെ അവരുടെ ഇതിലേക്കായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂവിനുള്ളത് കിട്ടിയിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ അവിടെ ചെന്നു. അവരെനിക്ക് ഇൻ്റർവ്യൂവിനുള്ള പാസ് തന്നു. അകത്ത് കയറി. അവിടെ 3 rounds ഇൻ്റർവ്യൂ ആയിരുന്നു. ഫസ്റ്റ് ഒരു ബേസിക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ മാനേജർ KFCയുടെ ആള് ഒരു ഇൻ്റർവ്യൂ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവരെ HR ഹെഡ് ഫൈനൽ ഇൻ്റർവ്യൂ ആയിരുന്നു. അതായിരുന്നു റേച്ചൽ എന്ന് പറഞ്ഞൊരു മാഡം ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ അവർ നോർമൽ ഓപ്പറേഷൻ സൈഡിൽ കുറച്ച് എന്താ പറയുക നമ്മുടെ ഓപ്പറേഷൻ റിലേറ്റഡ് ഇത് ചോദിച്ചിരുന്നു.
ഞാൻ ആക്ച്വലി KFCയിലേക്കാണ് അപ്ലൈ ചെയ്തത്. ഞാൻ KFCയിൽ എനിക്ക് നാട്ടിൽ ഒരു കൊച്ചിയിൽ 2 ഇയേഴ്സിൻ്റെ അടുത്ത് ജനറൽ മാനേജറായിട്ട് കൊച്ചിയിൽ KFCയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എനിക്ക് കാര്യങ്ങളും എന്താ പറയുക ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അങ്ങനെ ഞാനത് അവരോട് പറഞ്ഞു. അവർ നെക്സ്റ്റ് റേച്ചലിൻ്റെ അടുത്തേക്ക് വിട്ടു. HR ഹെഡ് ചോദിച്ചു, നിങ്ങൾ കാനഡയിലെ ഏതെങ്കിലും എന്താ പറയുക സ്പെസിഫിക് പ്ലേസ് പ്രിഫർ ചെയ്യുന്നുണ്ടോ, അതേപോലെ നിങ്ങൾ ഫാമിലി ആയിട്ടാണോ പോകാൻ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണ്, നിങ്ങൾക്ക് ഇൻ കേസ് വരാൻ പറ്റി എത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ നോർമൽ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. അപ്പോൾ ഞാനങ്ങനെ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇനി ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു 2 മന്തിനുള്ളിൽ എനിക്ക് ഒരു മെയിൽ വന്നു. ആക്ച്വലി നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. റാൻഡമായിട്ട് ഒരു ദിവസം ഇങ്ങനെ ജസ്റ്റ് എൻ്റെ മെയിൽ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ അതിലൊരു മെയിൽ വന്ന് കിടക്കുകയാണ്, ഇങ്ങനെ ഫ്രാഞ്ചൈസ് മാനേജ്മെൻറ്റിൽ നിന്ന് നിങ്ങൾ ഇന്ന ദിവസം ദുബായിൽ വെച്ചിട്ട് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കാനഡയിലേക്ക് എന്താ പറയുക വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ അവർ 3 കാര്യങ്ങളാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഒന്ന് IELTS, CLB 6 ആണ് അവർ ചോദിച്ചത്. CLB 6 എന്ന് പറഞ്ഞാൽ IELTS എന്തോ എനിക്ക് തോന്നുന്നു 5 എന്തോ മതി. CLB എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ ഇതാണ്, അതായത് ഈക്വൽ ആയിട്ടുള്ള നമ്മുടെ IELTSൻ്റെ സ്കോർ അവർ ഈക്വൽ ചെയ്യും ഈ CLB ആയിട്ട്. അപ്പോൾ CLB 6 എന്ന് പറയുമ്പോൾ IELTS എനിക്ക് തോന്നുന്നു 5 5.5 എന്താണെന്ന് തോന്നുന്നു, അത്രയും വേണം. അത് IELTS ചെയ്തതിൻ്റെ പേപ്പർ, പിന്നെ വെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക സർട്ടിഫിക്കറ്റ്സ് ഇവിടെ കാനഡയിലേക്ക് അയച്ചിട്ട് നമ്മുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ഏതാണോ അത് അറ്റസ്റ്റ് ചെയ്തിട്ട് അവർ ഇവിടുത്തെ ഏത് എഡ്യൂക്കേഷൻ ആയിട്ടാണോ അത് മാച്ച് ആവുന്നത് അതിൻ്റെ ഒരു ലെറ്റർ അവർ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും. അത് പിന്നെ വേറെന്തോ ഒരു ഡോക്യുമെൻ്റ് കൂടി ചോദിച്ചായിരുന്നു. ഈ 3 കാര്യങ്ങളാണ് അവരെന്നോട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ IELTSൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്തു. ആക്ച്വലി ഞാൻ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോലും, കാരണം നമുക്കത് അറിയില്ല എത്രത്തോളം. പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ HR ഡയറക്റ്റ് കണ്ടുകൊണ്ട് എനിക്കൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇതൊരു ജെന്യുവിൻ ആണ്, ഫേക്ക് അല്ല എന്നുള്ള രീതിയിൽ. പിന്നെ ഞാനും അപ്പോഴും വിചാരിച്ചിരുന്നത് ഇൻ കേസ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അവർ ചിലപ്പോൾ പൈസ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് കിറ്റ് ചെയ്യാം, അങ്ങനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അവരെവിടെ പോയാലും ഇങ്ങനെ ഇത്ര ഫീസ് വേണ്ടി വരും അല്ലെങ്കിൽ ഇത്ര പൈസ വേണമെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ദുബായിൽ വെച്ചിട്ട് IELTS പോയി. അവിടെ ജോലിയുടെ ഇടയ്ക്ക് ഫ്രീ ടൈമിൽ പോയിട്ട് അവിടെ IELTS ചെയ്തു. അതേപോലെ തന്നെ അവിടെ ഒരു ഏജൻസി ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് ഈ പറഞ്ഞ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് അത് ഇച്ചിരി ടഫാണ് സംഭവം. അപ്പോൾ നമ്മൾ ചെയ്യാൻ നമ്മുടെ എന്താ പറയുക യൂണിവേഴ്സിറ്റി പോയിട്ട് അവിടെ നിന്ന് അവരുടെ അടുത്തു നിന്ന് എന്തോ നമ്മൾ ഫീസൊക്കെ അടച്ച് അവർ കാനഡയിലേക്ക് എന്തോ ഒരു ഇതൊക്കെ അയച്ച് അവിടെ നിന്ന് റിട്ടേണൊക്കെ കിട്ടണം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ പഠിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ ഞാനൊരു ഏജൻസീനെ അവിടെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്തോ 2000 dirhams എന്തോ അവർ മേടിച്ചു. പക്ഷെ അവർ തന്നെ എല്ലാ സംഭവങ്ങളും ചെയ്തു തന്നു, നമ്മളൊന്നും അറിയേണ്ടി വന്നില്ല. അങ്ങനെ അവരയച്ചു. ഈ പറഞ്ഞ 90 ഡേയ്സിനുള്ളിൽ എനിക്ക് IELTSും കിട്ടി. എനിക്ക് തോന്നുന്നു IELTS എന്തോ 6.5 എന്തോ കിട്ടിയെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ എന്ന് വെച്ചാൽ CLB 7 എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഓക്കെ ആയിരുന്നു. ആക്ച്വലി CLB 4 മതിയായിരുന്നു ശരിക്കും ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. പിന്നീടാണ് നമ്മൾ അറിയുന്നത് ആക്ച്വലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് AIPP എന്ന് പറഞ്ഞ പ്രോഗ്രാം വഴിയാണ്. AIPP എന്ന് വെച്ചാൽ അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം, അതാണ് AIPP എന്ന് പറയുന്നത്. അപ്പോൾ ഈ AIPP എന്ന് പറയുമ്പോൾ ആക്ച്വലി 4 പ്രോവിൻസിലേക്കാണ് ഇവർ ഇത് ചെയ്യുന്നത്. 4 പ്രോവിൻസ് അതായത് ന്യൂ ബ്രൗൺസ്വിക്ക്, എന്താ പറയുക പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്, പിന്നെ നോവ സ്കോഷ്യ, പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്. ഈ 4 അറ്റ്ലാന്റിക് പ്രോവിൻസിലേക്കാണ് ഇവർ ഈ പറഞ്ഞ നമ്മുടെ ഈ AIPP എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ AIPPയിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക PR വളരെ ക്വിക്കായിട്ട് കിട്ടും. അതുപോലെ തന്നെ പ്രോസസ്സിങ് ടൈം വളരെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് PR കിട്ടുന്നതിനേക്കാൾ മുമ്പ് കാനഡയിലേക്ക് നമുക്ക് ടെമ്പററി വർക്ക് പെർമിറ്റിൽ കയറി വരാം. വർക്ക് പെർമിറ്റിൽ കയറി വന്ന് നമുക്കിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മുടെ PR പ്രോസസ്സിങ്ങിലായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. അതാണ് അതിൻ്റെ ഉള്ളൊരു ഗുണം. എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ അറിഞ്ഞിടത്തോളം ക്വിക്കസ്റ്റ് വേ ടു ഗെറ്റ് PR അതാണ് നമുക്കറിഞ്ഞത്.
അങ്ങനെ നമ്മൾ അവർക്ക് ഈ ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടും. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അത് സൈൻ ചെയ്തിട്ട് തിരിച്ചയക്കണം. അപ്പോഴേക്കും ഞാൻ ദുബായിലെ ജോബ് എന്താ പറയുക ക്വിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഡിസംബർ ജനുവരി ആയപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തി. കാരണം നമ്മുടെ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് ഓഫർ ലെറ്റർ കിട്ടി, നമ്മളിത് അയച്ചു കഴിയുമ്പോൾ ഒരു എന്താ പറയുക വിത്തിൻ 3 to 4 മന്തിനുള്ളിൽ നമുക്ക് പോകേണ്ടി വരും എന്നുള്ള പ്ലാനിലാണ് ഞാൻ നാട്ടിൽ വന്നത്. പക്ഷേ നാട്ടിൽ വന്ന് നമ്മുടെ എന്താ പറയുക എക്സ്പെക്റ്റേഷനൊക്കെ തെറ്റി. കാരണം അവരൊരു എന്താ പറയുക 3 to 4 മന്ത് എടുത്തു എനിക്ക് ഓഫർ ലെറ്റർ അയക്കാനായിട്ട്. ഞങ്ങൾ ശരിക്കും ടെൻഷൻ അടിച്ചു ആ സമയത്തൊക്കെ. കാരണം എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ പറ്റിച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറേ ആൾക്കാർ ഇങ്ങനെ ഓഫർ ലെറ്റർ തരാം, മറ്റേ പൈസ ചോദിക്കും, അത് ചോദിക്കും. പക്ഷെ അപ്പോഴേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാനാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്, ഞാൻ കണ്ടിട്ടുണ്ട് ക്ലയൻറ്റിനെ. അതേപോലെ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മുടെ ഈ സെയിം പ്രോഗ്രാം വഴി ഇവിടെ വന്ന് KFCയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ജെന്യുവിൻ ആണ് എന്നുള്ള സംഭവം മനസ്സിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല. പക്ഷേ ടൈം ഡിലേ ആയി പോവായിരുന്നു. അങ്ങനെ എനിക്ക് നാട്ടിൽ വെച്ചിട്ട് ഒരു 3 മന്ത്സിനുള്ളിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെയിൽ വഴി അങ്ങനെ എനിക്ക് എന്താ പറയുക ഓഫർ ലെറ്റർ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്തിട്ട് നമ്മൾ തിരിച്ചയക്കണം അവർക്ക്. ഓഫർ ലെറ്റർ തിരിച്ച് സൈൻ ചെയ്ത് കഴിയുമ്പോൾ അവർ ആ ഓഫർ ലെറ്റർ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഇവിടുത്തെ അതായത് പ്രൊവിൻസിൽ ഏത് പ്രൊവിൻസിലേക്കാണോ നമ്മൾ പോകുന്നത് ആ പ്രൊവിൻസിലേക്ക് അവർ എൻഡോഴ്സ്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പർ കിട്ടിയാലാണ് നമുക്ക് വർക്ക് പെർമിറ്റിനോ PR-നോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ അവിടുന്ന് എൻഡോഴ്സ്മെൻറ്റിന് അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം ഈ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് 2 ഡേയ്സിൽ കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് 1 വീക്കിൽ കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് 2 മന്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിതൊരു വൺ വീക്കിനുള്ളിൽ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ഒരു മോർ ദാൻ 1 മന്ത്, ലൈക്ക് ഓൾമോസ്റ്റ് 2 മന്തിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ 2 മന്തിൽ എനിക്ക് എൻഡോഴ്സ്മെൻറ്റ് കിട്ടി. എൻഡോഴ്സ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക പക്ഷേ ഈ എൻഡോഴ്സ്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം ഇത് 6 മന്താണ് ഇതിൻ്റെ വാലിഡിറ്റി. ഓക്കെ, അപ്പോൾ ഈ 6 മന്തിനുള്ളിൽ അത് എക്സ്പയർ ആവുന്നതിനൊക്കെ മുമ്പ് നമ്മുടെ PR ഫയൽ അവരുടെ കയ്യിൽ കിട്ടിയിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ എൻഡോഴ്സ്മെൻറ്റ് എക്സ്പയർ ആയാൽ നമുക്ക് PR പിന്നെയും സെക്കൻഡ് എൻഡോഴ്സ്മെൻറ്റ് ഇഷ്യൂ ചെയ്യേണ്ടി വരും. സെക്കൻഡ് എൻഡോഴ്സ്മെൻറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇച്ചിരി ടഫാണ്. ഈ പറഞ്ഞ എല്ലാ എംപ്ലോയീസും അതത്ര എടുത്തോണമെന്നില്ല. അപ്പോൾ ഞാൻ കിട്ടിയ വഴി നമുക്ക് ടെമ്പററി വർക്ക് പെർമിറ്റിന് ഞാൻ കുറേ ഏജൻസികളിലൊക്കെ പോയി ചോദിച്ചു. ഈ പറഞ്ഞ പോലെ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാൻ നമുക്കൊരു ഇതിനെപ്പറ്റിയൊരു അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചോദിച്ച ഏജൻസികളൊക്കെ പറയുന്നത് നിങ്ങളിത് ഫേക്കാണ്, നിങ്ങളെ പറ്റിക്കുന്നതാണ്, AIPP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ചില ഈ പറഞ്ഞ പോലെ ഏജൻസികൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഓഫർ ലെറ്റർ കിട്ടി, എൻഡോഴ്സ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരൊരു ചെക്ക് ലിസ്റ്റ് അയച്ചു തന്നു, ലിങ്ക് അയച്ചു തന്നു. അതായത് IRCCയുടെ ലിങ്കാണ്. IRCC എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താ പറയുക ഇമിഗ്രേഷൻ ഇതിൻ്റെയാണ്. അതിൽ പോയി കഴിഞ്ഞാൽ ആ IRCC എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അങ്ങനെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് അവരുടെ ലിങ്കിൽ പോയി ചെക്ക് ചെയ്തു. അപ്പോൾ അവർക്ക് വർക്ക് പെർമിറ്റിന് വേണ്ട എന്താ പറയുക ഈ AIPPയുടെ ടെമ്പററി വർക്ക് പെർമിറ്റിന് വേണ്ട ഒരു ചെക്ക് ലിസ്റ്റ് കിട്ടി. ആ ചെക്ക് ലിസ്റ്റിൻ്റെ അടിയിൽ തന്നെ കുറേ അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സും എന്താ പറയുക ആപ്ലിക്കേഷൻ ഫോംസും സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഞാൻ തന്നെ ഡൗൺലോഡ് ചെയ്തു, ഞാൻ തന്നെ ഫില്ല് ചെയ്തു, എല്ലാ ഡോക്യുമെൻറ്റ്സും സെറ്റാക്കി. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ നിയറസ്റ്റ് വിസ ഓഫീസിൽ, അതായത് VFS ആണ് നമ്മൾ നാട്ടിൽ വിസയ്ക്ക് വേണ്ടി പ്രോസസ്സ് ചെയ്യുന്ന ടെമ്പററി. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരാണ് ബുക്ക് ചെയ്തത്. അവിടെ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാം. അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ പോയി ബാംഗ്ലൂർ പോയിട്ട് ഞാനും വൈഫും കുട്ടിയും എല്ലാവരും പോയി. അവിടെ ചെന്ന് അവർ ബയോമെട്രിക് കാര്യങ്ങൾ എടുക്കും നമ്മളെ. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമുക്കൊരു എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു റെസിപ്റ്റ് തരും. നമ്മൾ അങ്ങനെ തിരിച്ചു വന്നു. അതിൻ്റെ ഒരു 6 വീക്കാണ് പ്രോസസ്സിങ് ടൈം പറയുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ട് ഞാൻ നാട്ടിൽ വന്ന് ഇനി ഇവിടെ കാരണം അത് കിട്ടാൻ 6 വീക്ക് ആവും. അപ്പോൾ ഒരു 2 മന്ത്സ് ആവും. പിന്നെ നമ്മൾ കാനഡയിലെത്തി പിന്നെയും ഒരു എൻഡോഴ്സ്മെൻറ്റിന് ചിലപ്പോൾ ഒരു 3 മന്ത്സോ 2 മന്ത്സോ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ നമ്മൾ PR ഫയൽ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ അതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യുക. അങ്ങനെ ഈ ഒരു AIPPയുടെ ഇതിൽ വരുന്നവർ നിങ്ങൾക്ക് എന്താ പറയുക എൻഡോഴ്സ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വർക്ക് പെർമിറ്റ് എടുത്ത് ഇവിടെ വരാൻ നോക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് PR ഫയൽ സബ്മിറ്റ് ചെയ്യുക.
കാരണം ഞാൻ അപ്പോൾ നാട്ടിൽ നിന്ന് സബ്മിറ്റ് ചെയ്തു, ഇമ്മീഡിയറ്റ് ആയിട്ട് നാട്ടിൽ നിന്ന് തന്നെ അയച്ചു. കാരണം ഈ നമ്മൾ PR ഫയൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ AOR കിട്ടും. AOR എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺഫർമേഷൻ ഓഫ് അവർ റിസീവ് ചെയ്തെന്നുള്ളതിൻ്റെ കൺഫർമേഷനാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫയൽ നമ്പർ കിട്ടും. അത് വെച്ചിട്ട് നമ്മുടെ പ്രൊഫൈൽ നമുക്ക് ഓപ്പൺ ആക്കാം. പ്രൊഫൈൽ ഓപ്പൺ ആക്കി നമുക്ക് അതിൽ പോയിട്ട് നമ്മുടെ സ്റ്റാറ്റസ് എന്താണ് സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. പക്ഷേ ഈ AOR കിട്ടാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 30-40 ഡേയ്സ് ഒക്കെ എടുക്കും. അപ്പം നമ്മൾ എൻഡോഴ്സ്മെൻറ്റിൻ്റെ എക്സ്പയറി ഡേറ്റും അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് AOR കിട്ടുന്നതിനൊക്കെ മുമ്പ് നമ്മുടെ എൻഡോഴ്സ്മെൻറ്റ് എക്സ്പയർ ആയ ഫയൽ റിജക്റ്റ് ആവും. ഫയൽ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ടഫാണ് അത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ചാൻസസ് ഉണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റിൽ ഓൾമോസ്റ്റ് ഒരു 60 അല്ലെങ്കിൽ 50% ആപ്ലിക്കേഷൻസും അവർ റിജക്റ്റ് ആക്കും ഫസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ തന്നെ. കാരണം എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ് മിസ്സിങ് ഉണ്ടാവും അതിൽ. അങ്ങനെ റിജക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ അവിടെ എത്താനായിട്ട് 40 ഡേയ്സ് എടുക്കും, അല്ലെങ്കിൽ 30 ഡേയ്സ് മിനിമം എടുക്കും. അതവർ കിട്ടി ചെക്ക് ചെയ്ത് അതിലേതെങ്കിലും ഡോക്യുമെൻറ്റ് മിസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞ് അവർ റിജക്റ്റ് ആക്കിയാൽ തിരിച്ച് കിട്ടാനായിട്ട് ഓൾമോസ്റ്റ് ഇതേ ദിവസം തന്നെ എടുക്കും. ഓൾമോസ്റ്റ് ഒരു 15-20 ഡേയ്സ് എടുക്കും. പിന്നെ അത് കിട്ടി നമ്മൾ ഏത് ഡോക്യുമെൻ്റാണോ മിസ്സിങ് അത് അറേഞ്ച് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പിന്നെയും കൊടുത്തു കഴിയുമ്പോൾ പിന്നെയും ഈ പറഞ്ഞ പോലെ അവർക്ക് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ എൻഡോഴ്സ്മെൻറ്റ് ചിലപ്പോൾ ഒരു 2 മന്തൊക്കെ വാലിഡിറ്റി ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നമ്മളിത് ചെയ്യാൻ നിന്നാൽ ഹൈ റിസ്ക് ആവും. അപ്പോൾ ഞാൻ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തത്. പക്ഷേ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോബ്ലം, നമ്മളിപ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടി, അത് കഴിഞ്ഞ് ഞങ്ങൾ കാനഡയിലെത്തി. പക്ഷേ നമ്മുടെ ഫയൽ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ ഫയൽ പ്രോസസ്സ് ആവുക ഡൽഹിയിലായിരിക്കും. അപ്പോൾ ഡൽഹിയിൽ പ്രോസസ്സ് ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിലേ ആണ്. ഭയങ്കര ഡിലേ മീൻസ് അവർ 6 മന്താണ് ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ 2 മന്ത്സ് കംപ്ലീറ്റ് ആയി. ഇതുവരെ എൻ്റെ ഫയലിന് ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. പ്രോസസ്സിങ് എന്നുള്ള സ്റ്റേജേ വരുന്നുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാനും ഒരു ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു പയ്യനും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വന്ന് ഒരേ ഡേറ്റിലാണ് KFCയിൽ ജോയിൻ ചെയ്ത സമയത്ത് അവൻ ഇവിടെ നിന്നാണ് ഫയൽ സബ്മിറ്റ് ചെയ്തത്. അവനൊരു 1.5 മന്തിനുള്ളിൽ PR കിട്ടി, അവൻ മൂവ് ചെയ്ത് അവനിപ്പോൾ സെറ്റിലായി. പക്ഷേ എൻ്റെ ഫയൽ ഞാൻ നാട്ടിൽ നിന്ന് അയച്ചതുകൊണ്ട് ഡൽഹിയിൽ പ്രോസസ്സ് ആവുന്നതുകൊണ്ട് ഞാനിപ്പോഴും പെട്ട് കിടക്കണം. അപ്പോൾ അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ആരെങ്കിലും അങ്ങനെ PR ഫയൽ സബ്മിറ്റ് ചെയ്യാൻ എൻഡോഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ PNPയോ വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇവിടെ ഇൻ കാനഡ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫയൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ആവും. ഈവൻ ഇച്ചിരി ഡിലേ ആയാൽ പോലും നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക, ഇവിടെ നിന്ന് IRCCയുടെ നമ്പറിൽ വിളിച്ചിട്ട് എൻക്വയറി ചെയ്ത് അവർ പ്രോപ്പറായിട്ട് എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ്, എവിടെയാണ് ഫയൽ പ്രോസസ്സ് ചെയ്യുന്നത്, എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരും. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഞാനിപ്പോൾ എൻ്റെ അവസ്ഥ, പിന്നെ എനിക്കിപ്പോൾ ഡൽഹിയിലേക്ക് ഫോൺ വിളിച്ചാൽ അവർ എടുക്കത്തില്ല. ഓക്കെ, നമ്മൾ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെബ് ഫോം റേസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ഒരു എന്താ പറയുക IRCCയുടെ പേജിൽ പോയിട്ട് അവരുടെ ഒരു വെബ് ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് അവരോട് മെയിൽ അയക്കാം. അതായത് നമ്മുടെ ഫയൽ ഇങ്ങനെയാണ്, സ്റ്റാറ്റസ് ഒന്നും കിട്ടുന്നില്ല, എന്താണെന്നൊക്കെ ചോദിച്ചു. അതിന് ഡൽഹിയിൽ നിന്നുള്ള ഇമിഗ്രേഷൻസ് 90% അവർ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ ബൈ ഫോൺ നമ്മൾ വിളിച്ചാൽ അവർ അറ്റൻഡ് ചെയ്യില്ല. ഈ പറഞ്ഞ വെബ് ഫോം വഴി റേസ് ചെയ്താൽ അവർ റെസ്പോണ്ട് ചെയ്യില്ല. നമ്മുടെ ഫയലിൻ്റെ സ്റ്റാറ്റസ് അറിയാനൊന്നും ഒരു വഴിയില്ല. നമുക്ക് ജസ്റ്റ് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൽ പക്ഷേ അവർ എന്താ പറയുക, അതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. നമ്മുടെ മെഡിക്കൽ എന്താണ് സ്റ്റാറ്റസ്, ബാക്ക്ഗ്രൗണ്ട് എന്തായി, എലിജിബിലിറ്റി എന്താണ്. പക്ഷേ അതിൽ എൻ്റെ ഫയൽ ഓപ്പൺ ചെയ്ത് അന്ന് തൊട്ടിട്ട് എന്താണോ കാണിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഒന്നും പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, ഹർഷ് എന്ന് പറഞ്ഞ്. അവൻ ഈ പറഞ്ഞ പോലെ എന്നേക്കാൾ ഒരു 6 മന്ത് മുമ്പ് വന്നതാണ്. ഈ സെയിം സ്റ്റാറ്റസ് ആണ്. ഡൽഹിയിൽ നിന്ന് ഫയൽ അപ്ലൈ ചെയ്തിട്ട് ഡൽഹിയിൽ ഇപ്പോൾ പെട്ട് കിടക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ അറിഞ്ഞിടത്തോളം മാക്സിമം 1 ഇയർ 8 മന്ത്സ് ആണ് ഇതിൻ്റെ മാക്സിമം പ്രോസസ്സിങ്. 6 മന്ത് to 1.8. പക്ഷേ ഇപ്പോൾ ആളുടെ 2 ഇയേഴ്സായി, 2 ഇയേഴ്സ് ആവുന്നു, ഇതുവരെ ആയിട്ടില്ല. പ്ലസ് ഇപ്പോൾ ഈ കൊറോണയുടെ ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ട് ഈ COVID-19 ഇത് വെച്ചിട്ട് അവർ പറയുന്നത് നമുക്കൊരു എന്താ പറയുക, ഒരു പീരീഡോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈമോ തരാൻ പറ്റില്ല. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം, കൂടാനാണ് ചാൻസ്. കാരണം അവർ ലിമിറ്റഡ് സ്റ്റാഫ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ പേപ്പർ ബേസ്ഡ് ആപ്ലിക്കേഷനായിരുന്നു. പേപ്പർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി സ്ലോ ആവും. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടി. എന്താ പറയുക, കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഹാപ്പിയായി. കാരണം കാനഡയിലേക്ക് പോകാനുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തു.
എനിക്ക് ആക്ച്വലി ജോലി കിട്ടിയിരുന്നത് നോവ സ്കോഷ്യ എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ ഗ്രീൻവുഡ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടുത്തെ KFCയിലായിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി എന്താ പറയുക, നമ്മൾ കാനഡ എന്ന് പറയുമ്പോൾ കേട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഈ പറഞ്ഞ ടൊറൻറ്റോ, ആൽബർട്ട, ബ്രിട്ടീഷ് കൊളംബിയ, ഒൻറ്റാരിയോ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. കാരണം നമ്മൾ PR ആയിട്ട് വരാം അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വരാം, അതാണ് കേട്ടിട്ടുള്ളൂ. AIPP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വഴി ജോബായിട്ട് ഇവിടെ വരാമെന്ന് പറയുന്നത് എന്തോ എൻ്റെ തലവര ശരിയായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ എൻ്റെ അറിവിൽ അങ്ങനെ ഇവിടെ ആരും വരെയോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തോ നമ്മുടെ നാട്ടിലോ അങ്ങനെ ആരും പറഞ്ഞ് കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ അവർ ഈ പറഞ്ഞ വരുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് പറഞ്ഞ പോപ്പുലറായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കില്ല. ഒൻറ്റാരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റൂം കിട്ടണമെങ്കിലോ അങ്ങനെയൊക്കെ കുറച്ച് ടഫായിരുന്നു. അപ്പം ഞാൻ ഫേസ്ബുക്ക് വഴി കുറേ ട്രൈ ചെയ്തു. അങ്ങനെ സ്റ്റീവ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു മലയാളി ഫാമിലി എൻ്റെ KFCയുടെ ഒക്കെ ഒരു 2 കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ ബന്ധപ്പെട്ടു. അവർ നമുക്ക് ബേസ്മെൻറ്റിൽ തൽക്കാലത്തേക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതെന്തോ ഒരു ഭാഗ്യമായി. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1 മന്തിനുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ദോഹ വഴി മോൺട്രിയലിൽ ഇറങ്ങി. മോൺട്രിയലിൽ നിന്ന് ഹാലിഫാക്സ് എത്തി. ഹാലിഫാക്സിൽ നിന്ന് ഒരു 2 hours ട്രാവൽ ഉണ്ട് ഇങ്ങോട്ട്. ഇതെന്ന് പറഞ്ഞ ഒരു എന്താ പറയുക നമ്മുടെ ഒരു വില്ലേജൊക്കെ പോലെയാണ്. അതായത് ഒരു ഓൾഡ് ഏജ് ആൾക്കാർ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ്മെൻറ്റ് ചെയ്യാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് അത്. ആക്ച്വലി എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അവിടുത്തെ സ്ഥലവും ഇതൊക്കെ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഓപ്പർച്യൂണിറ്റീസോ ഭയങ്കര ബിസി ലൈഫോ മോൾസ് ബിൽഡിങ്സ് അങ്ങനത്തതൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു എന്താ പറയുക, ഒരു പീസ്ഫുൾ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഇതാണ്. റോഡ്സ് ഒന്നും ഒട്ടും ബിസി അല്ല, വളരെ സൈലൻ്റ് ആണ്. ഒരു 8 മണി 8 o'clock 8:30 എന്ന് പറഞ്ഞ് ഇവിടെ ഫുള്ള് ആൾക്കാർ സ്ലീപ്പ് ചെയ്യും. എല്ലാ വീടുകളും ഇതാവും. റോഡൊക്കെ എന്ന് പറഞ്ഞാൽ 9 o'clockന് ശേഷം ഒന്നുമില്ല, ഷോപ്സൊക്കെ ക്ലോസ് ആവും. അതാണ് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ. ഇപ്പോഴും നമ്മുടെ ഒരു പഴഞ്ചൻ ഇതെന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ എന്നാൽ നമുക്കൊരു ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റിയ ഈ പറഞ്ഞ പോലെ ജോലി ഉണ്ടെങ്കിൽ. ജോലി ഇല്ലെങ്കിൽ ഇച്ചിരി ടഫാണ് ഇവിടെ. ജോലി കിട്ടാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടഫാണ്. കാരണം അതേപോലെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. സെയിം ടൈം ഈ പറഞ്ഞ പോലെ ബെനിഫിറ്റും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. അവരുടെ കൂടെ കുറച്ച് ഞാൻ വന്നു. എന്താ പറയുക, ഒരു 3 to 4 months അവരോട് നിന്നു. ഞാൻ KFCയിൽ ജോയിൻ ചെയ്തു. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ AIPPയിൽ നമ്മൾ ഹയർ ചെയ്ത് വരുമ്പോഴുള്ള ഒരു പ്രോബ്ലം, നമുക്ക് അവർ തരുന്ന പേ റേറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. പിന്നെ എന്താ പറയുക, നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. നമ്മൾ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്ത് ഏൺ ചെയ്യാനോ അതൊന്നും പറ്റില്ല. പിന്നെ നമുക്കുള്ളൊരു ഗുണം, നമ്മുടെ ഈ പറഞ്ഞ പോലെ പാർട്ട്ണർ വൈഫാണോ അല്ലെങ്കിൽ ഹസ്ബൻഡാണോ കൂടെ വരുന്നത്, അവർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും കയറാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാമിലിയായിട്ട് നല്ലൊരു ഇതിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ എന്തോ ഭാഗ്യത്തിന് ഈ പറഞ്ഞ സ്റ്റീവും അവരൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് വൈഫിന് ഒരു സ്ഥലത്ത് കയറാൻ പറ്റി. അങ്ങനെ ഒരുവിധം കുഴപ്പമില്ലാതെ നമ്മളൊന്ന് പിടിച്ചു നിന്നു. കാരണം ഇവിടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. പിന്നെ ഈ ഒരു സ്ഥലത്ത് എന്താ പറയുക, പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന സംഭവമേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് സാറ്റർഡേ സൺഡേ ഇല്ല. പിന്നെ ഉള്ള ദിവസങ്ങൾ തന്നെ എവറി 2 hours ഒരു വണ്ടി ഉള്ളത്. അപ്പോൾ അതും നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്നോഫോളൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നോ എത്രത്തോളം ഉണ്ടോ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാറ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാറില്ലാതെ ഇവിടെ ഒരു ലൈഫില്ല ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിട്ട്. ഇപ്പം നമ്മൾ സിറ്റിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, മെട്രോ ഉണ്ട്, കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ ഒരു ടാക്സി പോലും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാറ് എടുത്തു. എനിക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ടായിരുന്നു ദുബായിൽ വെച്ചിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു 3 monthsനുള്ളിൽ എൻ്റെ ലൈസൻസ് കൺവേർട്ട് ചെയ്തു. പിന്നെ നമ്മൾ യൂസ്ഡ് കാറുകളൊക്കെ നമുക്ക് വളരെ ചീപ്പിൽ കിട്ടും ഇവിടെ. ചീപ്പ് എന്ന് പറഞ്ഞാൽ നിസ്സാര പൈസയുള്ളൂ. പക്ഷേ എന്താ പറയുക, ഇൻഷുറൻസ് ആണ് ഭയങ്കര ഹൈ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഞങ്ങൾക്ക് കാറ് കിട്ടി. കാറ് ഒരെണ്ണം യൂസ്ഡ് കാർ എടുത്തു. അങ്ങനെ കാറ് കിട്ടിയപ്പോൾ തന്നെ കുറേ ഇതായി. കാരണം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സ്ഥലങ്ങളിൽ പോകാൻ പറ്റും, ജോലിക്ക് ടൈമിൽ പോകാൻ പറ്റുന്നു. അതുവരെ ഞാനൊക്കെ അവിടെ നിന്ന് സ്റ്റീവിന് ഓൾമോസ്റ്റ് ഒരു 2 kilometer അടുത്ത് -10 -5 ടെമ്പറേച്ചറിലൊക്കെ നടന്ന് വിറച്ച്
ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കര പാടായിരുന്നു. പക്ഷേ വണ്ടി കിട്ടിയപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറി. അങ്ങനെ ഞങ്ങൾ പിന്നെ വേറൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. അവിടെ ഒരു 5 months നിന്നു. അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഒരു എന്താ പറയുക ഡുപ്ലക്സ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് മാറി. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഈ പറഞ്ഞ പോലെ PR വേണ്ടിയിട്ട് ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. എന്താ പറയുക PR കിട്ടിക്കഴിഞ്ഞാൽ ഇത് ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർ ഇവർ നോവ സ്കോഷ്യ അല്ലെങ്കിൽ എന്താ പറയുക അറ്റ്ലാന്റിക് പ്രോവിൻസ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അറ്റ്ലാന്റിക് പ്രോവിൻസ് ഏതൊക്കെയാണ് കാനഡയിൽ. ഈ പ്രോവിൻസിൻ്റെ എന്താ പറയുക വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് AIPPയുടെ അണ്ടറിൽ വരുന്ന എംപ്ലോയേഴ്സിന് കിട്ടും. കുറേ എംപ്ലോയേഴ്സ് ഉണ്ടാവും അവരുടെ അണ്ടറിൽ. അപ്പോൾ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ എംപ്ലോയേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ആ എംപ്ലോയേഴ്സിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ അഡ്രസ്സ് കിട്ടിയിട്ടോ അതിലേക്കൊക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്തിടാം. കുറേ അപ്ലൈ ചെയ്തിടാം. നിങ്ങൾക്ക് എന്താ പറയുക ഫ്രീ കിട്ടുന്ന ടൈമിലൊക്കെ ഡെയിലി ഒരു 4, 5, 6 അതിലേക്കൊക്കെ അപ്ലൈ ചെയ്തിടാം. ഇമെയിൽസ് റെസ്യൂം അപ്ലൈ ചെയ്തിടാം. നമ്മുടെ തലവരെയും എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കോൾ വരും. കാരണം എൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഡൽഹിയിൽ നിന്നുള്ളൊരു പയ്യനായിരുന്നു. അവന് ഡൽഹിയിൽ മക്ഡൊണാൾഡ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് ഇതേപോലെ ആരോ പറഞ്ഞു കേട്ട് വെബ്സൈറ്റിൽ കയറി കുറേ അപ്ലൈ ചെയ്തിട്ടു. അപ്ലൈ ചെയ്ത് ഒരു ദിവസം ബൈ മിസ്റ്റേക്കിൽ അവനൊരു മെയിൽ വന്നു, ഇങ്ങനെ നീ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്, കാനഡയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു സ്കൈപ്പ് ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. അങ്ങനെ നെക്സ്റ്റ് വീക്കിൽ അവൻ സ്കൈപ്പ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവന് ജോബ് ഓഫർ കിട്ടി. അവനിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക ആരും ഹോപ്പ് വിടേണ്ട ആവശ്യമില്ല. അപ്ലൈ ചെയ്യുക. ഇപ്പം ഞങ്ങളുടെ ഇവിടെ തന്നെ ഹയർ ചെയ്യുന്നത്, ഞാനിപ്പോൾ ഇവിടെ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായിട്ട് ഇവിടെ ജോയിൻ ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ തന്നെ ഇവർ ഈ കമ്പനിയിൽ നിന്ന് തന്നെ കുറേ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് പുറത്തുനിന്ന്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ കോവിഡ് കാരണം എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെബ്സൈറ്റിൽ ഈ ഞാൻ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അറ്റ്ലാന്റിക് പ്രോവിൻസിൻ്റെ അതായത് പ്രോവിൻസിൻ്റെ ഇതിൽ പോയിട്ട് AIPPയുടെ അണ്ടറിൽ ഏതൊക്കെ കുറേ 100+ കമ്പനീസ് ഉണ്ട്, അതിലൊക്കെ കയറി അവരുടെ ഇതിൽ അപ്ലൈ ചെയ്തിടാം. ഏതാണോ നമ്മുടെ സമയം, എപ്പോഴാണോ ശരിയായി വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറി. അപ്പോൾ അതുകൊണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ എനിക്ക് ഈ പറഞ്ഞ AIPPനെ പറ്റിയോ അതിൻ്റെ ഫയൽ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയോ ഫയലിൻ്റെ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ്ങോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇന്ന് ടെക്സ്റ്റ് ഇടാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.